എന്താ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ലടി. 60 വർഷമായി ദൈവം നമ്മളെ ഒരുമിപ്പിച്ചിട്ട്. നമുക്ക് മക്കളുണ്ട്, മരുമക്കളും കൊച്ചുമക്കളൊക്കെ ഉണ്ട്. ഈ വിവാഹ വാർഷികത്തിലും നമ്മൾ തനിച്ചായല്ലോ എന്ന് ഓർത്തു പോയതാ. സാരയില്ല, മക്കളെല്ലാം ഒരു സ്ഥാനത്തെത്തിയല്ലോ എന്ന് കരുതി ആശ്വസിക്കാം. അത് ശരിയാ. എന്നാലും ഞാൻ എപ്പോഴും ഓർക്കും നമ്മുടെ ആ പഴയ കാലം. എല്ലാവരും കൂടി ഒരുമിച്ച് പള്ളിയിൽ പോകുന്നതും, കുർബാന കഴിഞ്ഞ് വന്ന് കേക്ക് മുറിച്ച് എല്ലാവരും കൂടി കഴിക്കുന്നതും, മക്കളുടെ ഡാൻസും പാട്ടും കളിയും ചിരിയൊക്കെ ആയിട്ട് ആഘോഷിക്കുന്നത്. അതൊക്കെ ഒരു കാലം. എത്ര നാളായി മക്കളെ നോക്കിയിരിക്കുന്നു. ഇന്ന് വരും നാളെ വരും എന്ന് നോക്കി. വയസ്സായ മക്കൾക്ക് അപ്പനെയും വേണ്ട, അമ്മയും വേണ്ട. എടീ, മക്കൾക്ക് ജോലിയൊക്കെ ഉള്ളതല്ലേ, തിരക്കുണ്ടാകും. അന്നേരം പിന്നെ ഇത്രയും ദൂരം വരുമ്പോൾ മക്കളുടെ ജോലി, അവരുടെ കുട്ടികളുടെ കാര്യമൊക്കെ മുടങ്ങില്ലേ? നമുക്കിവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് അവർക്കറിയാം. അവർ പിന്നെ ഫോൺ വിളിച്ച് നമ്മളെ തിരക്കുന്നില്ലേ അന്നമ്മേ? 5 വർഷം മുമ്പ് നമ്മുടെ വിവാഹ വാർഷികത്തിന് മക്കളെല്ലാവരും കൂടി വന്നതാ. ഇത്രയും വർഷമായി. നിങ്ങൾ ഓർക്കുന്നു നമ്മുടെ കൊച്ചുമക്കളെല്ലാവരും കൂടി ഡാൻസ് കളിച്ചത്? എത്ര നാളായി അതുങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട്. നല്ല മിടുക്കനും മിടുക്കിയൊക്കെ ആയി കാണും. അതെ അതെ. ഞാൻ മരുന്ന് കഴിക്കട്ടെ. വീശും തെന്നലേ, താഴെ താരക പൈതലി താര
ജയഘോഷം കേട്ടില്ലേ വേദലനിൽ ഒരു കാലിത്തൊഴുത്തിൽ ജാതനുമായി ജയഘോഷം കേട്ടില്ലേ ഒരു പൂങ്കുരുവി ഗ്ലോറിയ പാടി ഞാനുമാ പാട്ടിലെ താളമായി സ്നേഹദൂതു പാടിയിടുന്നു സ്നേഹദൂതു പാടിയിടുന്നു മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലി താരാട്ടാനായി പോരാമോ മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലി താരാട്ടാനായി പോരാമോ നീ എന്നാ അന്നാമേ ആലോചിക്കുന്നേ? ഓ, ഞാൻ മക്കളുടെ ഡാൻസ് ഓർത്തിരിക്കുമായിരുന്നു. അതെ, നമ്മുടെ പള്ളിയിൽ അച്ഛൻ വരുന്നുണ്ടല്ലോ. ആ കറിയച്ചായ, എന്തൊക്കെയുണ്ട് വിശേഷം? ആ വാ അച്ഛാ, ഇരിക്കെ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനേ കാപ്പിയെടുക്കാം. അപ്പോ ഈ വർഷത്തെ വിവാഹ വാർഷികത്തിന് മക്കൾ എല്ലാവരും കൂടി വരുമെന്നല്ലേ കറിയാച്ചായ പറഞ്ഞിരുന്നത്? മക്കൾക്ക് അങ്ങനെ പെട്ടെന്ന് ഇട്ടേച്ചു പോരാൻ പറ്റുമോ അച്ഛാ? അവർക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ഇല്ലേ? നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? എല്ലാ കുടുംബത്തും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാവരും വലിയ വീടൊക്കെ പണിതിട്ട് അപ്പനെയും അമ്മയെയും തനിച്ചാക്കി വിദേശത്തേക്ക് അങ്ങ് പോകും. ആ പിന്നെ വല്ലപ്പോഴും ഒക്കെ വന്നാലായി. അയ്യോ, എന്താ കറിയച്ചായ ഒരു വല്ലായ്മ? കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയ ചുമയാ. ആശുപത്രി പോവാന്ന് പറഞ്ഞ കേക്കത്തില്ല. ഞാൻ കുറച്ച് ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കും, അത് കുടിക്കും. ഇത്രയും വർഷമായില്ലേ അച്ഛാ അവളുടെ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയ ചുക്കാപ്പ് കുടിക്കുമ്പോ ഒരു സുഖം അതേത് ഡോക്ടറിന്റെ അടുത്ത് പോയാലും കിട്ടില്ല. ഈ ഒരുമയും സ്നേഹവും ഉള്ളത് കൊണ്ടല്ലേ കറിയച്ചായനെയും അന്നാമച്ചിയെയും ഈ ഇടവകയിലെ മാതൃകാ ദമ്പതികളായിട്ട് തിരഞ്ഞെടുത്തത്. അന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. പോകുന്ന വഴിക്ക് ആൻ്റപ്പൻ്റെ വീട്ടിലൊന്ന് കയറണം. അവരും നിങ്ങളെപ്പോലെ തന്നെ വീട്ടിൽ തനിച്ചാണല്ലോ. അപ്പോൾ ശരി, എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുന്നു. ദൈവം ഇനിയും കുറേ വർഷം കൂടി ഒരുമിച്ച് ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കുവാൻ ആയുസ്സും ആരോഗ്യവും തരട്ടെ. ആ ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എൻ്റെ സഹധർമ്മിണിയായിട്ട് ദൈവം ഇവളെ തന്നെ തരട്ടെ. ആ എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. കുർബാനയ്ക്ക് പള്ളിയിൽ വരുമ്പോൾ കാണാം. അച്ഛൻ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് വരണേ. ഹലോ അമ്മച്ചി, മോനെ ജോസേ, എന്താ മോനെ വിശേഷം? ഞങ്ങൾ എല്ലാവരും കൂടി വരുന്നുണ്ട്. ബിന്ദു അളിയനും എൽദോയും എല്ലാവരും ഉണ്ട് അമ്മച്ചി. എന്നാ മക്കള് വരുന്നേ? ഞങ്ങൾ നാളെ എത്തും അമ്മച്ചി. ഈ വർഷത്തെ അപ്പച്ചന്റെ അമ്മച്ചിയുടെ വിവാഹവാർഷികം നമുക്ക് ശരിക്കും ആഘോഷിക്കണം. അതെല്ലാം ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ശരി മോനെ, എനിക്കിത് അപ്പച്ചനോട് പറയാൻ ധൃതിയായി. എന്നാ അന്നാമേ ഇത്ര സന്തോഷം? മോനെ, അപ്പച്ചൻ തൊട്ടടുത്തിരിപ്പുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാം. നമ്മുടെ ജോസ് മോനാ, മക്കളെല്ലാവരും നാളെ വരുന്നുണ്ടെന്ന്. മോനെ, എപ്പോഴാണ് നിങ്ങൾ വരുന്നേ? എന്തൊക്കെയാ മക്കൾക്ക് കൊണ്ടാക്കി വെക്കണ്ടേ? ഒരു മാസം ഉണ്ടോ മോനെ നാട്ടിൽ? ഒരാഴ്ചയെ ലീവുള്ളൂ അപ്പച്ച. അത് കഴിഞ്ഞാൽ തിരിച്ചു പോരണം. എന്നാ ശരി, നാളെ കാണാം. ആ ശരി മോനെ. മക്കൾക്ക് നമ്മുടെ വിവാഹ വാർഷികം എല്ലാവരും വിളിച്ച് ആഘോഷിക്കണമെന്ന് അവരെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മുടെ അയൽവക്കത്തുള്ള എല്ലാവരെയും വിളിക്കണം. കഴിഞ്ഞ ദിവസം കൂടി മോള് ചോദിച്ചതാ,
എന്നാ മക്കളൊക്കെ വരുന്നതെന്ന്. എന്നാലും ഒരാഴ്ചയേ ഉള്ളൂ എന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. ഇത്രയും തിരക്കിന്റെ ഇടയ്ക്കും എല്ലാവരും ഒരുമിച്ച് വരുന്നില്ലേ? അതും ഈ വിശേഷ ദിവസത്തെ ഒരാഴ്ച നമ്മളെ മക്കളുടെ കൂടെ തന്നെ ഇരിക്കണം. രാത്രിയായി, ഇനി കിടക്കാം. നാളെ നേരത്തെ എഴുന്നേക്കണം. മക്കള് രാവിലെ എത്തില്ലേ? ബിന്ദു മോളെ, എത്ര നാളായി മക്കളെ ഒന്ന് കണ്ടിട്ട്. എല്ലാവരും വലിയ കുട്ടികളായല്ലോ. മോളൂട്ടിയും കുട്ടനും നന്നായി പൊക്കം വെച്ചു. മോനൂട്ടിനും വലുതായി. അപ്പച്ചൻ ഈയിടെയായി കുറച്ച് ക്ഷീണമാ. അത് ശരിയാ, അപ്പച്ചന് നല്ല ക്ഷീണമുണ്ട്. അമ്മച്ചിക്ക് ഒരു വല്ലായ്മയൊക്കെ ഉണ്ട്. പ്രായമാകുമ്പം ഇതൊക്കെ ഉണ്ടാകും. എല്ലാവരും ഭക്ഷണം കഴിക്കാം. മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അമ്മച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വരുവോ അപ്പച്ച? ഈ ബാഗൊക്കെ കൊണ്ടുവന്ന് അകത്ത് വെച്ചിട്ട് വരട്ടെ. അപ്പച്ചാ, അപ്പോൾ വെള്ളിയാഴ്ചയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ ആയുള്ളൂ. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. സന്തോഷായില്ലേ? വെള്ളിയാഴ്ചക്ക് മുമ്പ് 1-2 സ്ഥലത്ത് ടൂറ് പോകണം. ടൂറ് പോകാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് മക്കളൊക്കെ വരാമെന്ന് തന്നെ സമ്മതിച്ചത്. ഈ ചൂടും പൊടിയും ഒന്നും അവർക്കിഷ്ടമല്ല. ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ എത്താം. മക്കൾ പൊക്കോ. നിങ്ങൾ ഒത്തിരി നാളെത്തി വന്നതല്ലേ. നമ്മുടെ നാടൊക്കെ മക്കളെ ഒന്ന് കൊണ്ടുപോയി കാണിക്കേ. അവർക്കും സന്തോഷാകട്ടെ. അത് മാത്രമല്ല അപ്പച്ച, ഞങ്ങൾ 2 ദിവസം താമസിക്കാൻ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും വർഷം കഴിഞ്ഞു വന്നിട്ടും ഒരു ദിവസം പോലും വീട്ടിൽ നിൽക്കുന്നില്ലേ? അതെ അമ്മച്ചി, അമ്മച്ചി എന്തോ പറയുന്നേ? എങ്ങും പോയില്ലെങ്കിൽ ഈ പിള്ളേർക്ക് ബോറടിക്കുമെന്നേ. ഞാനും അവരുടെ കൂടെ പോവാ അപ്പച്ച. അപ്പൊ നീയും പോവാന്നോ? മക്കള് പൊക്കോ. അമ്മച്ചി അങ്ങനെയൊക്കെ പറയും. അപ്പച്ചനും അമ്മച്ചിയും പള്ളി പോയിട്ട് വരാം. ഇന്ന് കുർബാനയുണ്ട്. എടി ബിന്ദു, അപ്പച്ചനും അമ്മച്ചിക്കും തീരെ വയ്യ. നമ്മൾ പോകുന്നതിന് മുമ്പ് അവരെ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ. അതെ ചേട്ടാ, അന്ന് നമ്മളൊരു നേഴ്സിംഗ് ഹോമിന്റെ കാര്യം പറഞ്ഞില്ലേ? അതങ്ങ് നോക്കിയാലോ? എനിക്ക് അവരെ എങ്ങും വിടാൻ താല്പര്യമില്ല. അവർ 10-30 വർഷമായിട്ട് ജീവിക്കുന്ന വീടായത്. അവരൊരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും പട്ടിണി കിടന്നും ഉണ്ടാക്കിയ വീടാ. അവർ ഇവിടെ നിന്ന് എങ്ങും പോകുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. അത് ശരിയാ അവൻ പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഹോം നേഴ്സിനെ നിർത്താം. ഹോം നേഴ്സിനെ നിർത്തുന്നതൊന്നും അപ്പച്ചനും അമ്മച്ചിയും സമ്മതിക്കുകയൊന്നുമില്ല. പിന്നെ എന്നാ ചെയ്യും? നിനക്ക് അപ്പച്ചന്റെ അമ്മച്ചിയുടെ അടുത്ത് വന്ന് നിൽക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. ഞാൻ ജോലിക്ക് കയറിയിട്ട് സെറ്റിലായി വരുന്നതേ ഉള്ളൂ. എന്നാ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, അവരെ കൂടെ നേഴ്സിംഗ് ഹോമിലാക്കുക. എല്ലാവരുടെയും തീരുമാനം അതാണെങ്കിൽ പിന്നെ ഞാനായിട്ട് എന്ത് പറയാനാ? എവിടെ ആക്കിയാലും കൊള്ളാം. എക്സ്പെൻസ് എല്ലാവരും കൂടി ഷെയർ ചെയ്യണം. അപ്പച്ചനും അമ്മച്ചിയും വരുന്നുണ്ട്. അപ്പച്ചനും അമ്മച്ചിയും പള്ളി കഴിഞ്ഞ് വന്നല്ലോ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. മക്കള് പോയിട്ട് വാ.
ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: അപ്പച്ചൻ AB ജോസഫ്, അമ്മച്ചി ലിൻഡ ഗ്രേസ് റോയ്, പ്രീസ്റ്റ് എൽദോ വി പോൾ, ജോസ്മോൻ സ്ലീബ പൗലോസ്, എൽദോ പുതുശ്ശേരി, അളിയൻ ബോസ് ജോസ്, മരുമകൾ ആൻസി എബി, ബിന്ദു ബോസ്, മോളി, ഷീബ ജോ, ഗ്രാൻഡ് ചിൽഡ്രൻ ഏഞ്ചലിൻ ജോ, ഡെൻസിൽ ബോസ് ആൻഡ് ഇമ്മാനുവൽ ജിനു, ഗസ്റ്റ്സ് മായ ജിനു പോൾ ആൻഡ് ആലീസ് സ്ലീബ. ഈ നാടകത്തിൻ്റെ കലാസംവിധാനം നിർവഹിച്ചവർ: സ്റ്റേജ് ഡെക്കറേഷൻസ് അനു നോബിൾ, കൊറിയോഗ്രാഫി അക്സ റോയ്, റീന ലാൽസൺ ആൻഡ് ഷീബ ജോ, ടെക്നിക്കൽ സപ്പോർട്ട് ലാൽസൺ മാത്യൂസ്, ഓഡിയോ റെക്കോർഡിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് മിക്സിംഗ് ഡിക്സൺ ഡാനിയൽ മാത്യൂസ്, സ്റ്റോറി, സ്ക്രീൻ പ്ലേ ആൻഡ് ഡയറക്ഷൻ ബിന്ദു ബോസ്. A special thanks to Reverend Father Lijo Matthew, Vicar, St. George Jacobite Syrian Orthodox Church, Melbourne. ഈ നാടകത്തിൽ നൃത്തം ചെയ്ത കുട്ടികൾ: ഏഞ്ചലിൻ ജോ, ആൻ മേരി ഡിക്സൺ, ജോൺ ഗ്രേസ് ജോർജ്, ഹന്ന നിപുൻ, ഏമി അനൂപ്, ഹന്ന രഞ്ജിത്ത്, ഡാനിയൽ ലാൽസൺ, ഇമ്മാനുവൽ ജോ, ജേഡൻ എൽദോ, ജോൻ എൽദോ, ജോഹൻ എൽദോ, ഡെൻസിൽ ബോസ്, ഒക്ടേവിയ ലാൽസൺ, സാറ ഡിക്സൺ, ഹന്ന എൽദോ, ജോയൽ ബോബി, ജോഷ് ജേക്കബ് ജോർജ്, ജോൻ ബേസിൽ, ഇമാനുവൽ എൽദോ, ക്രിസ്റ്റഫ് നോബിൾ, നോവ നിപുൻ. ഇതുവരെയും ക്ഷമയോടെ ഞങ്ങളോട് സഹകരിച്ച പ്രേക്ഷകരോടുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഭാവതരളവും വൈകാരികവുമായ അടുത്ത ഒരു രംഗത്തോടുകൂടെ ഈ നാടകം അവസാനിക്കുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അപ്പച്ച. ഹാപ്പി ആനിവേഴ്സറി അമ്മച്ചി. സന്തോഷമായില്ലേ? മക്കൾ എല്ലാവരും വന്നല്ലോ. എന്നാൽ എല്ലാവരും വാ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. എന്നാൽ നമുക്ക് തുടങ്ങാം. അപ്പച്ചനും അമ്മച്ചിയും മുന്നോട്ട് വാ. ഇത് മാത്രമല്ല, കൊച്ചുമക്കളെല്ലാരും കൂടി ഒരു സർപ്രൈസും കൂടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കണ്ടാലോ? झहुरे तले मादल बसदा खेरी मला
नाचू नाच तिम्रै प्रेमले हे येशू तिम्रै प्रेमले पहाड तराई हिमाल चुचुरा सबै ठाउँ जानु छ येशूको रगतले दिएको शीतलता सबैलाई बाँड्नु छ पहाड तराई हिमाल चुचुरा सबै ठाउँ जानु छ हो येशूको रगतले दिएको शीतलता सबैलाई बाँड्नु छ बगेको खोला निश्चल पानी मलाई मन पर्छ दुःख सुखमा येशूको प्रेमले सबलाई सम्हाल्नु छ तिम्रै प्रेमले हे येशू तिम्रै प्रेमले यो मन भरिएको छ എങ്കിൽ ശരി അമ്മച്ചി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ അപ്പച്ചനും അമ്മച്ചിക്ക് സന്തോഷമായില്ലേ? എല്ലാരെയും കാണാൻ പറ്റിയല്ലോ. സന്തോഷമായി. എല്ലാവരെയും കണ്ടിട്ട് ഒത്തിരി നാളായിരുന്നു. മനസ്സിന് നല്ലൊരു സുഖം. അപ്പച്ച, നാളെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും. അപ്പച്ചനും അമ്മച്ചിയും വീട്ടിൽ വീണ്ടും തനിച്ചാകൂലേ? അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടി ഒരു തീരുമാനമെടുത്തു. എന്ത് തീരുമാനം? മക്കൾ പറയട്ടെ, നീ ദേഷ്യപ്പെടല്ലേ? അതെ അപ്പച്ച അമ്മച്ചി, ഇത് പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട്. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്ത് ഞങ്ങൾക്ക് എപ്പോഴും നിൽക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല അപ്പച്ചനാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തുവായി പറഞ്ഞു വരുന്നേ? അതുകൊണ്ട് അപ്പച്ചനെ അമ്മച്ചിനെ ഞങ്ങളൊരു നേഴ്സിംഗ് ഹോമിലാക്കാൻ തീരുമാനിച്ചു. അവിടെ ആവുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ കാണും കൂടെ. അതെ അമ്മച്ചി, അതാവുമ്പോ ഞങ്ങൾക്ക് സമാധാനത്തോടെ തിരിച്ചു പോകാം. അമ്മച്ചി, ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ സാഹചര്യം അതായിപ്പോയി. ആദ്യം ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പിന്നെ പൊരുത്തപ്പെട്ടോളൂ. ആ മക്കള് പറഞ്ഞത് ശരിയാ. ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അത് കഴിയുമ്പോ എല്ലാം ശരിയാകും. 60 വർഷമായി ഞാൻ ഈ മനുഷ്യന്റെ കൈയും പിടിച്ച് ഈ കുടുംബത്ത് വന്നിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം. മക്കൾ ആരും ബുദ്ധിമുട്ടുണ്ട്. അതെ അമ്മച്ചി, ഞങ്ങളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. നീ മക്കളെ ബുദ്ധിമുട്ടിക്കാതെ. നഴ്സിംഗ് ഹോമിലായാലും നമ്മൾ ഒരുമിച്ചല്ലേ, പിന്നെ എന്നാ പ്രശ്നം? മക്കൾക്ക് സ്വസ്ഥമായിട്ട് ഓസ്ട്രേലിയക്ക് തിരിച്ചു പോവുകയും ചെയ്യാമല്ലോ. എന്നാലും ഈ വീട് വിട്ടു പോകുന്ന കാര്യം ഓർക്കുമ്പോ മക്കളതൊന്നും സാരാക്കണ്ട. മക്കൾ പോയി കടന്നു. അപ്പച്ചനും അമ്മച്ചിയും വിഷമിക്കണ്ട. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നാളെ പാക്ക് ചെയ്യാം. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. എന്നാ ശരി, അപ്പച്ചനും അമ്മച്ചിയും കിടന്നോ. വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും ഒരു കാര്യം അറിയാമോ? നിങ്ങൾ 2 പേരെയും വേറെ വേറെ നഴ്സിംഗ് ഹോമിലോട്ടാ വിടുന്നത്. 2 പേരെയും സെയിം നഴ്സിംഗ് ഹോമിലാക്കാൻ ഡാഡിയും മമ്മിയും ഒരുപാട് സ്ഥലത്ത് ട്രൈ ചെയ്തു, പക്ഷെ എങ്ങും കിട്ടിയില്ല. നല്ല ബ്യൂട്ടിഫുൾ അപ്പച്ച അവിടെ കാണാൻ. അവിടെ ഒത്തിരി അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്.
അപ്പച്ചനെ അമ്മച്ചയെ കളിപ്പിക്കുക. ഈ കുട്ടിയുടെ ഒരു കാര്യം. അതെ അമ്മച്ചി, ചേച്ചി പറഞ്ഞത് കറക്റ്റാ. ഒരു കുറുമ്പിയും 2 കുറുമ്പന്മാരും അപ്പച്ചനെ അമ്മച്ചിയും പറഞ്ഞു പറ്റിക്കല്ലേ. അല്ല അപ്പച്ച, ഞങ്ങൾ സത്യ പറഞ്ഞത്. ചേട്ടായിക്ക് ഏത് നഴ്സിംഗ് ഹോം കൂടുതൽ ഇഷ്ടം? എനിക്ക് അമ്മച്ചിയുടെ കൂടുതൽ ഇഷ്ടം. അവിടെ വലിയ ഊഞ്ഞാലുണ്ട്. എനിക്ക് അപ്പച്ചയുടെ നഴ്സിംഗ് ഹോം കൂടുതൽ ഇഷ്ടം. അവിടെ വലിയ TV ഉണ്ട്. അവിടെ അപ്പച്ചിക്ക് ഒത്തിരി ഗെയിം കളിക്കാം. അതെ, എന്താ കുട്ടികൾ പറയുന്നേ? നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ മക്കള് പറയുന്നത് കേട്ടില്ലെന്ന്. നമ്മുടെ മക്കള് നമ്മളെ പ്രായമാകുമ്പോ അപ്പനും അമ്മയും മക്കൾക്കൊരു ബാധ്യതയാണല്ലേ. അപ്പോ നമ്മൾ 2 പേരും ഒരുമിച്ചുള്ള അവസാന രാത്രിയാണല്ലേ ഇന്ന്. ഈ വീട്ടിലെ അവസാന ദിവസവും. സാറില്ല അമ്മേ, നമുക്ക് ഓർക്കാൻ നല്ല ഓർമ്മകളുണ്ടല്ലോ. പിന്നെ ഫോണിൽ കൂടെ നമുക്ക് കാണുകയും ചെയ്യാം. ഇത്രയും വർഷം ദൈവം നമ്മളെ ഒരുമിച്ച് നടത്തിയില്ലേ. എന്നാലും മരുന്നൊക്കെ ഞാൻ എടുത്തു തരാതെ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? മരുത്തങ്ങ് കഴിക്കണം. ഞാൻ ഫോൺ വിളിച്ച് ഓർമ്മിപ്പിക്കാം. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. നീ മരുന്നൊക്കെ മുടങ്ങാതെ കഴിക്കണം. ഞാൻ ഇനി എത്ര നാളാന്ന് വെച്ചാ, ഇപ്പോ തന്നെ ശരീരത്തിനൊക്കെ ഭയങ്കര ക്ഷീണം. എനിക്ക് നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ പ്രയാസം. നീ എനിക്ക് കുറച്ച് വെള്ളം എടുത്തതാ. ഞാൻ വെള്ളം എടുക്കാൻ പോയപ്പോഴേക്കും ഉറക്കമായോ? ദേ എന്നാ വെള്ളം. ദേ നോയിക്കേ, ഇത് വെള്ളം എന്നാന്ന്. എന്ത് പറ്റി? ദേ കണ്ണു തുറന്നേ. എന്ത് പറ്റി? മോനെ ബിന്ദു, ഒന്ന് ഓടി വന്നേ. എന്ത് പറ്റി? കണ്ണു തുറന്നേ. നിങ്ങൾക്ക് എന്താ പറ്റിയത്? മനസ്സില്ലല്ലോ. എന്നെ നോയിക്കേ. അപ്പച്ചനും അമ്മച്ചി ഇതുവരെ കിടന്നില്ലേ? മുറിയിൽ വെട്ടമുണ്ടല്ലോ. അവർ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യായിരിക്കും. നീ വാ, നമുക്ക് നോക്കാം. അമ്മച്ചി, അമ്മച്ചി, അപ്പച്ച എഴുന്നേക്ക്. അപ്പച്ചനും അമ്മച്ചിക്ക് എന്നാ പറ്റിയേ? ഇത് എന്നാ പറ്റിയതാന്നേ? അപ്പച്ച, അമ്മച്ചി എന്താ പറ്റിയേ? അമ്മച്ചി, അപ്പച്ച എഴുന്നേക്ക്.
ഹലോ എന്റെ ദൈവമേ, എന്റെ അപ്പച്ചനും അമ്മച്ചിയും. അമ്മച്ചി, അപ്പച്ച, എന്താ പറ്റിയേ? ഹലോ? എഴുന്നേക്ക് അപ്പച്ച, അമ്മച്ചി. ഹലോ അച്ഛ, അച്ഛൻ വേഗം വീട്ടിലേക്കൊന്ന് വരണം. അപ്പച്ച, ഞങ്ങളുടെ എഴുന്നേക്ക്. അപ്പച്ചനും അമ്മച്ചി ഞങ്ങളെ വിട്ടുപോയി. അച്ഛൻ വേഗം വീട്ടിലേക്ക് വരണം അച്ഛ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കാ നൽകിയ വസതി. ഇതൊരോർമ്മപ്പെടുത്തലാണ്. ഈ ആധുനിക ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ നെട്ടോട്ടമോടുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളെയോ അവരുടെ ആവശ്യങ്ങളെയോ അന്വേഷിക്കുവാൻ നമ്മൾ പലപ്പോഴും സമയം കണ്ടെത്താറില്ല. വളർത്തി വലുതാക്കി ജന്മം തന്ന മാതാപിതാക്കളെ വേദനിപ്പിച്ച് കിട്ടുന്ന ഒരു സൗഭാഗ്യത്തിന് നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയുകയില്ല. പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടും മക്കളെ ഒരു നല്ല സ്ഥാനത്താക്കുമ്പോൾ അവർക്ക് നമ്മളൊരു വലിയ പ്രതീക്ഷയാണ്. വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കാൻ നമ്മൾ അവരുടെ കൂടെ നിൽക്കും എന്നുള്ള വലിയ പ്രതീക്ഷ. ആധുനിക ലോകത്ത് മാതാപിതാക്കളുടെ സാന്നിധ്യം പോലും അസഹനീയമെന്ന് കരുതുന്ന ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ സദൃശ്യവാക്യങ്ങൾ 23:22 നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്ക് കേൾക്കുക, നിന്റെ അമ്മ വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. നമ്മുടെ ജീവിത തിരക്കുകളൊക്കെ മാറി നമ്മുടെ അപ്പനെയും അമ്മയെയും ഉള്ളു തുറന്ന് സ്നേഹിക്കാമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കൂടെ അവർ ഉണ്ടാകണമെന്നില്ല. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലമാണ് സ്വർഗം, ഈ ഭൂമിയിലെ സ്വർഗം.